ഓർക്കാൻ ഒരുപാട് കുസൃതി നിറഞ്ഞതും മധുരമുള്ളതും നൊമ്പരപ്പെടുത്തുന്നതുമായ ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ ജീവിച്ച് വളർന്നത് എൻ്റെ സിനിമാ ജീവിതത്തിന് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ സിനിമാ സങ്കല്പങ്ങൾ തന്നെ രൂപപ്പെടുത്തിയതിൻ്റെ പുറകിൽ എൻ്റെ ബാല്യകാലം വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ ജനിച്ചു വളർന്ന പ്രദേശം കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ ദേശത്ത്, കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്ന് കുറച്ച് മാറി മതിലകം എന്ന് പറയും. കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെയാണ് മതിലകം എന്ന. ഇപ്പോഴൊക്കെ ടൗണായി, കാരണം ഗൾഫിൻ്റെയൊക്കെ സ്വാധീനമുണ്ട്. പക്ഷേ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കുറച്ചും കൂടി ഗ്രാമ്യ സൗന്ദര്യമൊക്കെ ഉള്ളൊരു പ്രദേശമായിരുന്നു അത്. തികച്ചും ഒരു സാധാരണ മലയാളിയുടെ ഒരു ബാല്യമായിരുന്നു. അവിടുത്തെ ഒരു എന്താ പറയുക, മതിലകത്ത് അറിയപ്പെടുന്ന ഒരു ഭൂപ്രഭുവൊക്കെ ആയിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ, മക്കാരാജി എന്ന് പറയും. മക്കാരാജിയുടെ മൂത്ത മകൻ അബ്ദുൽ മജീദ് എൻ്റെ വാപ്പ. ഞാൻ മൂത്ത മകനാണ്. ശരിക്കും പറയണമെങ്കിൽ എൻ്റെ എന്താ പറയുക, ശൈശവവും ബാല്യകാലമൊക്കെ വളരെ രസകരമായിരുന്നു. വെച്ചാൽ ഒരുപാട് കൂട്ടുകാരും ഒരുപാട് ബന്ധുക്കൾ, എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളും ഒക്കെ ആയിട്ട് രസകരമായ ഒരു അടിച്ചുപൊളി, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ അടിച്ചുപൊളിയായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു എൻ്റെ ബാല്യകാലം. സ്കൂളിലേക്ക് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞാൻ പഠിച്ച സ്കൂളും. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് ആദ്യത്തെ ബെല്ല്, ഫസ്റ്റ് ബെല്ല് കേട്ടതിന് ശേഷം ഞാൻ പലപ്പോഴും സ്കൂളിലേക്ക് ഇറങ്ങാറുള്ളൂ വീട്ടിൽ നിന്ന്. ഞാനും എൻ്റെ തൊട്ട് താഴെയുള്ള അനിയനുണ്ട്, എന്നെക്കാളും ഒരു വയസ്സിന് താഴെയുള്ള അനിയനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോവുക. സ്കൂളിൽ എന്നെ ആദ്യം ചേർത്തി 1 വർഷം കഴിഞ്ഞിട്ടാണ് അവനെ ചേർത്തെങ്കിലും എൻ്റെ ഓർമ്മകളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതെന്നും. അത് സാധാരണ എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും ഓർക്കാൻ കഴിയുന്ന പോലെ മഴയുള്ള ദിവസങ്ങളിൽ നനഞ്ഞ്. അപ്പോൾ അന്ന് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, വളരെ അടുത്ത് സ്കൂളായതുകൊണ്ട് മഴ നനയാൻ പറ്റില്ല. കാരണം ഒന്നാമത് വാപ്പ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുട ചൂടിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിയിട്ടാണ് സ്കൂളിലേക്ക് വിടുക മഴയാണെങ്കിൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ കുറേ ദൂരം നടന്ന് പാടത്ത് കൂടിയും എന്താ പറയുക, വരമ്പുകളിൽ കൂടിയൊക്കെ മഴ ചെളിവെള്ളത്തിലേക്ക് ഇങ്ങനെ ചവിട്ടി മഴ നനഞ്ഞ് സ്കൂളിലേക്ക് കയറി വരുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. എന്തിനാ എൻ്റെ വീട് ഇത്ര അടുത്തായത് സ്കൂളിൻ്റെ എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കുറേ ദൂരമായിരുന്നെങ്കിൽ കുറേ നടക്കായിരുന്നല്ലോ, നടന്ന് സ്കൂളിലേക്ക് പോകായിരുന്നല്ലോ. എനിക്ക് ശരിക്കും എൻ്റെ ഓർമ്മകളിൽ എൻ്റെ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു, ഒരുപാട് ദൂരെയായില്ലോ സ്കൂൾ. അപ്പോൾ അങ്ങനെ നടക്കാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും കിട്ടുന്ന ഇടവേളകളിൽ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കും. ചിലപ്പോൾ അവരുടെ വീടുകൾ വഴി, പിന്നെ അതുപോലുള്ള ഈ ഗ്രാമ പ്രദേശങ്ങളിലൂടെയൊക്കെ നടക്കും. പിന്നൊരു കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാദറിന് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അത് പുഴയുടെ തീരത്തായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകും ഞങ്ങളിങ്ങനെ കുട്ടികൾ. അപ്പോൾ അതൊരു സുഖമുള്ളതായിരുന്നു, മഴയത്ത് ചെളിയിലേക്ക് ഇങ്ങനെ പോവുക എന്ന് പറയുന്ന ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇതാണ് മതിലകം എന്ന് പറയുന്ന ഞാൻ ജനിച്ച പ്രദേശം. ഇതൊരു ചെറിയൊരു അങ്ങാടിയാണ്. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അത് വളരെ ചെറിയൊരു ഇതാണ്. ശരിക്കും എൻ്റെ തറവാട് ഇതാണ്. കാരണം ഇപ്പോൾ ഇത് തറവാട് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഇവിടെ ഷോപ്പുകളൊക്കെയാണ്. തറവാട് ഇരുന്ന സ്ഥലമാണിത് ആക്ച്വലി. ഇവിടെ ഇപ്പോൾ ഒരു കല്യാണ മണ്ഡപവും ഷോപ്പുകളൊക്കെയാണ്. ഇതിൻ്റെ പുറയിലായിരുന്നു എൻ്റെ തറവാട്. ജസ്റ്റ് ഇവിടെ ഇപ്പോൾ ഒരു നാട്ടുവഴിയൊക്കെ ഉണ്ട്, ഇവിടെ ഒരു കല്യാണ മണ്ഡപമൊക്കെയാണ്. ഇത് അന്നൊരു ശരിക്കും ഗ്രാമമാതിരി കടന്നിരുന്നതാണ്. ഒരു പടിപ്പുരയും ഒക്കെ ആയിട്ട്, അറപ്പുരയൊക്കെ ആയിട്ട് ഇവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. ഇപ്പോൾ ഇത് ഒക്കെ മാറിപ്പോയി, ഗൾഫുകാരുടെ ഒരു ഇതുണ്ട്. ഞങ്ങൾ ഈ സ്ഥലം കൊടുത്തിട്ട് എൻ്റെ ഫാദർ കൊടുങ്ങല്ലൂർ താമസം മാറ്റി ടൗണിലേക്ക്. അത് ഏകദേശം ഒരു 10-22 വർഷമായി ഇപ്പോൾ. അപ്പോൾ എൻ്റെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടം മാത്രം ഞാനിവിടെ ജീവിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്ന് തൊട്ടടുത്താണ് എൻ്റെ സ്കൂൾ. ഇതാണ് ഞാൻ പഠിച്ച മതിലകം സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈ സ്കൂൾ. ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ സ്ഥാപനമാണിത്. കാരണം എൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് സാധാരണ സ്കൂളിൽ കുറേ അനുഭവങ്ങളും ഓർമ്മകൾ, വീട്ടിലും അതിൻ്റെ പരിസരങ്ങളിലും കുറേ അനുഭവങ്ങൾ മിക്കവാറും പേർക്ക് അതായിരിക്കും. എന്നെ സംബന്ധിച്ചോളം അതല്ല, രണ്ടും ഒരുമിച്ച് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. കാരണം വീടും സ്കൂളും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽപക്കമാണ്. അപ്പോൾ സ്കൂൾ സമയം കഴിഞ്ഞാലും പലപ്പോഴും ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ഈ ഗ്രൗണ്ടിലാണ്. ഇവിടെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരുമായിട്ടുള്ള ജീവിതം. പിന്നെ ഞാൻ ഇവിടെ പഠിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന അധ്യാപകരിൽ ആരും ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല.
കുറേ പേര് മരിച്ചുപോയി, കുറേ പേര് റിട്ടയർ ചെയ്തു. അതുകൊണ്ട് തന്നെ കുറച്ചൊരു അപരിചിതത്വം എനിക്കിവിടെ വരുമ്പോൾ ഉണ്ടായി. പക്ഷേ ആകെ സന്തോഷം തോന്നിയ കുട്ടികൾ നമ്മളെ കണ്ടപ്പോൾ വീണ്ടും അവർ പഠിക്കുന്ന അങ്കണത്തിലേക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവർക്കൊക്കെ പരിചിതനായൊരു മുഖം എന്നുള്ള രീതിയിലും അവരെന്നെ സ്വീകരിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും അപൂർവമായ നിമിഷം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്.